35 years. ഞാൻ കഴിഞ്ഞ 32-35 വർഷമായിട്ട് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും സോണിയാഗാന്ധിക്ക് വേണ്ടിയും ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഞാൻ പ്രചരണം ഏകോപിപ്പിച്ചിട്ടുണ്ട്. And I never thought that when I stand for my own election, I will not be managing my election, I will only be campaigning in it. പക്ഷെ ഞാനൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കില്ല, പകരം പ്രചരണം മാത്രം ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. But my brother Rahulji told me when I was coming here that in Kerala you have to leave the election to the booth committees. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി പറഞ്ഞു, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാർക്കും UDF നേതാക്കന്മാർക്കുമായി വിട്ടുകൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. And I kept asking him, are you sure? Are you sure? ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് ഉറപ്പുണ്ടോ, അത് മതിയോ, അങ്ങനെ മതിയോ എന്നുള്ളത് ചോദിക്കുമായിരുന്നു. And he kept telling me, you just listen to your brother, you campaign and leave it to them, they will fight your election. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് സഹോദരനായ എന്നോട് നീ ശ്രദ്ധിക്കുക, നീ തെരഞ്ഞെടുപ്പ് മത്സരം പ്രചരണം നടത്തിയാൽ മാത്രം മതി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട. So with a little uneasiness, I did that. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അതാണ് ചെയ്തത്. I focused only on the campaigning. ഞാൻ പ്രചരണത്തിൽ മാത്രമായിട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. And I have to say that I am deeply, deeply grateful because I saw how much you work, how well, in what a good organized fashion you work. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഏറെ കടപ്പെട്ടിരിക്കുക. ഞാൻ കണ്ടത് ഈ ബൂത്ത് തലത്തിൽ ഉൾപ്പെടെ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. When you have managed many elections, you understand. I understand what the worth of a solid organization on the ground is. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുമ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ളപ്പോൾ നമുക്കറിയാം എത്രമാത്രം വലിയ പ്രയത്നം ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഇടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. And I am happy and I am proud that the UDF organization in Wayanad worked together, worked hard, worked as one team for this election and showed the rest of India how a well-functioning organization can work and produce results. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയട്ടെ, വയനാട്ടിലെ പ്രവർത്തകർ എങ്ങനെയാണ് ഒരേ മനസ്സോടെ ഒരൊറ്റ ടീമായിട്ട് പ്രവർത്തനം ഏകോപിപ്പിച്ചതെന്ന് ഞാൻ സന്തോഷത്തോടുകൂടി പറയുന്നു. ഇത് രാജ്യത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നു. I also know that this is not a work which takes place only during the election. You are working the entire time, every day. If you had not worked hard in the 5 years that Rahulji was the MP from Wayanad, we would not have got the result that we got. ഞാനിത് കേവലം തെരഞ്ഞെടുപ്പ് സമയത്തുള്ള പ്രവർത്തനം മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കും. കഴിഞ്ഞ 5 വർഷം ശ്രീ രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്തും നിങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ട് എത്രമാത്രം കഠിനമായി പ്രവർത്തിച്ചു എന്നതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. You are the soldiers, the warriors of the Congress Party and the UDF. And Rahulji calls you lions. He is right. നിങ്ങളുടെ ഈ പ്രവർത്തനം, നിങ്ങൾ ശരിക്കുള്ള ഭടന്മാരായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ. രാഹുൽ ഗാന്ധി നിങ്ങളെ എല്ലാവരെയും സിംഹങ്ങൾ എന്നാണ് പറയുന്നത്, അത് ശരിയുമാണ്. Because today what we are fighting for is much bigger than any of our own needs or our own ambitions. നമ്മൾ ഇന്ന് നടത്തുന്ന പോരാട്ടം നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതല്ല, അതിനപ്പുറമുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. Today we are fighting against a whole government machinery that is weakening our constitution and weakening the values that it stands for. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്നതും ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായ ഒരു ഭരണകൂടത്തിന്റെ സംവിധാനത്തിനെതിരെയാണ് നമ്മൾ നടത്തുന്ന പോരാട്ടം. We are fighting under difficult circumstances. നമ്മൾ വളരെ ബുദ്ധിമുട്ടേറിയ ദുഷ്കരമായ സാഹചര്യത്തിലാണ് നമ്മൾ പോരാടുന്നത്. But I can assure you that your fight is a fight for the right things, for the right values. It is a fight for the truth. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ പോരാട്ടം ശരിയായ മൂല്യങ്ങൾക്ക് വേണ്ടി, ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടമാണ്. And whether it is the smallest problem of daily life that somebody in your panchayat or in your area is facing, whether it is a
daily problem of roads or water or schooling or health, whether it is when you stand with them in that fight or it is when you fight for the larger problems of Wayanad. അത് ഒരുപക്ഷെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് നടത്തുന്ന പോരാട്ടമാവും. ഒരുപക്ഷെ അവരുടെ റോഡുകൾക്ക് വേണ്ടി, അവർക്ക് വെള്ളത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാവും. ഒരുപക്ഷെ നമ്മൾ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പോരാട്ടങ്ങളാവാം. You know that you are standing with people who it is your duty to do this and that you do it with your full heart. നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് എനിക്കറിയാം. ഇത് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് എനിക്കറിയാം. Today there are many things in Wayanad Lok Sabha constituency that we need to fight for, stand for, and many big problems that we need to resolve together. നമുക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് പോരാടി പരിഹാരങ്ങൾ കണ്ടെത്തേണ്ട വിഷയങ്ങൾ. We have the ongoing issue of the medical college. Rahul ji fought for that step by step, one step at a time. It seems to be improving, and yet there is so much more that needs to be done. നമ്മുടെ വയനാട്ടിലെ ആരോഗ്യരംഗം പോലെയുള്ള വിഷയങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പടിപടിയായി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. We have the terrible landslides which took away lives, livelihoods, and caused pain and suffering which was unimaginable for all of us to see. വളരെ വലിയ ഒരു അപകടം, ഒരു ദുരന്തം നമുക്ക് നേരിടേണ്ടതുണ്ട്. ജനങ്ങളുടെ വീടും ജീവനും ജീവനോപാധിയും എടുത്തുകൊണ്ടുപോയ വലിയ ദുരന്തം നമ്മൾ അഭിമുഖീകരിച്ചു. We are still fighting for the right compensation for the victims of that tragedy. നമ്മൾ ഇപ്പോഴും ആ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള ശരിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And with all our collective efforts, with the pressure that you are putting here on the government and the pressure that we are putting in Parliament, the central government finally declared it a disaster of a severe nature. നമ്മൾ ഇവിടെ ഏറ്റെടുത്ത് നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി, അതുപോലെ തന്നെ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ മേൽ നടത്തിയ നമ്മുടെ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഈ ദുരന്തത്തെ ഒരു അതിതീവ്ര ദുരന്തമായിട്ട് കേന്ദ്രത്തിന് അംഗീകരിക്കേണ്ടതായി വന്നു. This is less than what we were demanding, but it still allows more funds to come for the victims of the tragedy. അത് ചെറിയ കാര്യം, ഒരു പോരാട്ടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഫണ്ട് നമുക്ക് ഈ വയനാടിന് വേണ്ടി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. You must have seen that just a few days ago I was here meeting the family of a victim of a tiger killing. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. കടുവ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു. Just between January and now, 3 people have been killed by elephants, 1 by a tiger, and 1 has been attacked by a leopard and a wild boar. ഈ കഴിഞ്ഞ ജാനുവരിയിലും ഫെബ്രുവരിയിലും മാത്രമായി ഒരാളെ കടുവ ആക്രമിച്ചു കൊന്നു, ഒരാളെ കരടി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി, പുലി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. I know how much pain this animal-man conflict is causing you, not just in the loss of life, but in the loss of your crop, in the loss of your livelihoods as well. എനിക്കറിയാം, മനുഷ്യ വന്യജീവി സംഘർഷം ജീവൻ നഷ്ടപ്പെടുന്നതും മാത്രമല്ല, ജീവനോപാധി നഷ്ടപ്പെടുന്നതും കൃഷി നശിക്കുന്നതുമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. But just like the problem of the roadman, it is a complex problem. It is a complicated problem. അത് ചെറിയ ഒരു വിഷയമല്ല, വലിയ രീതിയിൽ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് അത്. There is no simple solution. അതിന് ചെറിയ ഒരു ലഘുവായ ഒരു പരിഹാരം അതിനില്ല. It is through discussing with everybody who is involved, through talking, through trying to find a way out, that we will find a way out. നമ്മൾ എല്ലാവരിലും സംഭാഷണത്തിൽ ഏർപ്പെട്ട് സംവദിച്ചുകൊണ്ട് ഉണ്ടാകേണ്ട, ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു പരിഹാരമാണ് അതിനുള്ളത്. For this we need to discuss and consult all stakeholders. അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും സംവദിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ആവശ്യമാണ്. And we need to ensure that safety for human life is a priority. നമുക്ക് ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക, ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും മുൻഗണനയിൽ ഉള്ള കാര്യമാണ്. On your part, you need to reassure the public that we will be working on these problems
We will be trying our best to find resolutions for them. And though it may take some time, we are on it and we are going to be trying. നിങ്ങളുടെ ഭാഗം ആയിട്ട് അതിലുള്ളത് നമുക്ക് ജനങ്ങളെ ഇതിനകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇത് സങ്കീർണമായ വിഷയമാണെന്നും എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. പക്ഷേ നമ്മൾ പടിപടിയായി ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് എത്തുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കാവണം. So you have a very important role to play. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ഇതിനകത്ത് അവതരിപ്പിക്കേണ്ടതുണ്ട്. On one hand, no one understands better than you the problems that people in your panchayats face. ഒരു ഭാഗത്ത് നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഈ രാജ്യത്തെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ അനുഭവിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. And more than anyone else, it is you who are in touch as an organization with all of us sitting on the stage. ഞാൻ മറ്റാരെക്കാളും നിങ്ങളെയാണ് വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. So it is for you to keep us informed, to tell us what is happening in your areas, what are the problems people are facing, and guide us as to how we can best resolve those problems. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മേഖലകളിൽ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവരനുഭവിക്കുന്ന കഷ്ടതകൾ ഞാൻ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങളിൽ തന്നെയാണ്. At the same time, it is also for you to understand what is going on in the larger picture and explain these things to the public. അതേസമയം തന്നെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു വീക്ഷണം നിങ്ങൾക്കുണ്ടാവുകയും അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. As far as I am concerned, I am very, very grateful to you for all that you do for me. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത എല്ലാത്തിനും ഞാൻ ഏറെ നന്ദിയോടെ ഞാൻ നിൽക്കുന്നത്. You have stood by my brother during his most difficult times. I have said it many times in the election as well, but no number of times that I can say it is enough for the love, the affection and the support you have given him. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞാലും തീരില്ല. എന്റെ സഹോദരന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ ഒപ്പം നിന്നിരുന്നു. അദ്ദേഹത്തിന് നൽകിയ സ്നേഹം, അദ്ദേഹത്തിന് നൽകിയ പിന്തുണ ഞാൻ എല്ലാ കാലവും എടുത്തു പറയുന്നതാണ്. For me, I am just beginning this journey with you. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര നിങ്ങളോടൊപ്പം തുടങ്ങുകയാണ്. You have treated me like one of yours. You have loved me like family throughout this election process and after. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും അതിനുശേഷവും നിങ്ങൾ എന്നെ കുടുംബത്തിലെ ഒരു അംഗം പോലെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. So I urge you to truly treat me like a member of your family. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ എന്നെ പരിഗണിക്കണം. Which means that you must feel free to criticize me. You must feel free to tell me if you think I'm on the wrong path. You must feel free to guide me and say, this is what your attention should be on. This is what is important for us. You must feel free to call me to you whenever you think I need to be here and to ensure that I do come. എന്ന് വെച്ചാൽ എന്നെ വിമർശിക്കാനും എനിക്ക് തെറ്റുപറ്റിയാൽ അത് ചൂണ്ടിക്കാണിക്കാനും വേറിട്ട രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമെല്ലാം നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾ ഒരു സഹോദരിയെ പോലെ എപ്പോഴും അതിന് നിങ്ങൾ ഉണ്ടാവണം. എപ്പോഴെല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ ആ പ്രശ്നങ്ങൾ എന്നെ അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എപ്പോഴും എന്നെ സമീപിക്കാം. You will be my guides on this journey as MP of Wayanad. ഈ യാത്രയിൽ നിങ്ങൾ എന്റെ മാർഗദർശികളായിരിക്കും. And I can't wait to work with you side by side to get to know all of you better, to understand deeply what are the issues that you face and the people that you represent face, and that I also represent, and that we should work hand in hand, shoulder to shoulder with them to make their lives better. ഞാൻ നിങ്ങളോട് ചേർന്ന് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഞാനും പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ വിഷയം മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. നമുക്ക് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, വയനാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കണം. So thank you again for your love, for your affection, for your support, for your loyalty, and more than anything else, for your dedication to what India stands for and for your courage and bravery in fighting for it. Thank you very much. Jai Hind. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും കൂറിനും എല്ലാം ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി.